അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ, ഇർഷാദുൽ ഇബാദ് എന്ന ലോക പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സന്ദർഭം, അയാളുടെ സഹോദരി മരണപ്പെട്ടപ്പോൾ ആ സഹോദരിയെ മരണാനന്തര ശേഷം ദഫൻ ചെയ്യാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയപ്പോൾ ആ സഹോദരൻ അവിടെ കണ്ട ഒരു അത്ഭുതം. ആ സഹോദരൻ തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ ദഫൻ ചെയ്യുന്ന സന്ദർഭത്തിൽ അയാൾ ഖബറിലേക്ക് തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ജനാസ ഖബറിലേക്ക് താത്തി വെക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കീശയിലുണ്ടായിരുന്ന കുറച്ച് പണസഞ്ചി ആ ഖബറിലേക്ക് വീണു. അദ്ദേഹം ആ സമയത്ത് അദ്ദേഹത്തിനേക്ക് മനസ്സിലായില്ല, അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഖബറൊക്കെ ദഫനൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇയാൾ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പണം സഞ്ചി എവിടെ നഷ്ടപ്പെട്ടു എന്നുള്ള ഓർമ്മ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിനേക്ക് ഓർമ്മയിൽ വന്നു, നേരത്തെ ദഫൻ ചെയ്ത സ്ഥലത്ത് അവിടെ ആ ഖബറിലേക്കാണ് വീണത് എന്നുള്ളത്. അങ്ങനെ ഏതായാലും വലിയൊരു വിലപ്പൊടിപ്പുള്ള കുറച്ച് പണമായതുകൊണ്ട് ഏതായാലും അതിനെ തിരിച്ചടക്കണമല്ലോ എന്ന രീതിയിൽ അദ്ദേഹം വീണ്ടും തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബർ മാന്തിക്കൊണ്ട് അവിടെ നിന്ന് മണ്ണുകളൊക്കെ തിരിച്ചെടുത്തുകൊണ്ട് ആ സഞ്ചിയെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഖബറിലേക്ക് എടുക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹം അതിൻ്റെ മണ്ണുകളൊക്കെയും ഖബറിൻ്റെ മണ്ണുകളൊക്കെയും എടുത്ത് പുറത്തിട്ടിട്ട് അവസാനമായി ആ സഞ്ചി കിട്ടുന്നു. അതേ, തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ആ ജനാസ കുറച്ച് സമയത്തിന് മുമ്പ് അടക്കം ചെയ്യപ്പെട്ട ജനാസ അവിടെ നിന്ന് ആ സഹോദരൻ കാണുമ്പോൾ അദ്ദേഹം പേടിച്ചുപോയി. കാരണം കുറച്ച് സമയമേ ആയിട്ടുള്ളല്ലോ. ആ ഖബറെന്ന് പറയുമ്പോൾ തീ നിറക്കപ്പെട്ടൊരു ഖബറായി ആ ഖബർ അവിടെ കാണപ്പെടുകയാണ്. ഇദ്ദേഹം പണമൊന്നും ശ്രദ്ധിച്ചില്ല, പെട്ടെന്ന് വീണ്ടും മണ്ണ് നിറക്കുകയും അദ്ദേഹം പേടിച്ച് അവിടെ നിന്ന് വീട്ടിലേക്ക് ഓടുകയും ചെയ്തു. അദ്ദേഹത്തിന് വല്ലാത്ത വേദനയായിപ്പോയി. അപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് മനസ്സിലാക്കി തൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് അള്ളാഹു ശിക്ഷ നൽകിയതാണ്. ഇങ്ങനൊരു പെട്ടെന്നുള്ളൊരു ശിക്ഷ നൽകണമെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റ് തൻ്റെ സഹോദരിയുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും, അത് കാരണമാണ് എന്ന് അദ്ദേഹം ബോധ്യപ്പെടുകയും തൻ്റെ ഉമ്മയോട് അവിടെ നിന്ന് അന്വേഷിക്കുകയാണ്. അദ്ദേഹം ആരോടും ആ രഹസ്യം പറഞ്ഞില്ല, തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയോട് പറഞ്ഞു, അല്ല ഉമ്മ, ഇങ്ങനെ ഒരു സന്ദർഭം തൻ്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ ഖബറിൽ ഞാൻ കണ്ടപ്പോൾ എന്തായിരിക്കും ഉമ്മ തൻ്റെ ആ സഹോദരി ചെയ്ത തെറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി ആ ഉമ്മ പറയാണ്, യാ വലദി കാനത്ത് ഉഖ്തുക തതഹാവന ബിസ്സലാത്തി വതുഅഖിറുഹാ അൻ വഖ്തിഹാ. തൻ്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് നിസ്കാരത്തിനോട് വലിയൊരു താല്പര്യമുണ്ടായിരുന്നില്ല. അതിലൊരു നിസ്സാരതയോടുകൂടെ അവൾ കണ്ടു. അവൾ നിസ്കരിക്കുമായിരുന്നു, എന്ന് എപ്പോഴാണ് ഖളായിട്ട് നിസ്കരിക്കുകയാണ്. അതിൻ്റെ സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി ഒരു ഒപ്പിക്കൽ എന്നൊരു പരിപാടി ഉണ്ടല്ലോ, ആ രീതിയിലാണ് അവൾ നിസ്കരിച്ചിരുന്നത്. എനിക്കപ്പോൾ തന്നെ വല്ലാത്ത അവളെക്കുറിച്ച് എനിക്ക് പേടിയായിരുന്നു. അത് മാത്രമായിരിക്കും ഇങ്ങനൊരു ശിക്ഷ കിട്ടാൻ കാരണമെന്ന് ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ഒരു നിസ്കാരത്തിന് നിസാരതയോടുകൂടെ കണ്ടാൽ അത് ഖളായിട്ട് നിസ്കരിച്ചാലും പ്രശ്നമില്ല എന്ന ആ നിലക്ക് നിസ്കാരത്തിനോട് ഒരു ഗൗരവം കാണിക്കാതിരുന്നാൽ അവൻ്റെ അവസ്ഥ ഇതായിരിക്കുമെന്നും മഹാന്മാരെ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇർഷാദുൽ ഇബാദ് എന്ന ഗ്രന്ഥത്തിൽ ഈ ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. എവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, നമുക്ക് എത്രമാത്രം നിസ്കാരത്തിനോട് ഗൗരവമുണ്ട്, താല്പര്യമുണ്ട്. ചിലപ്പോൾ നാം നിസ്കരിക്കുന്നവരായിരിക്കാം, പക്ഷേ അത് എത്രമാത്രം ഗൗരവത്തിൽ ഇഷ്ടത്തോടുകൂടെ താല്പര്യത്തോടുകൂടെ നാം ചെയ്യുന്നവരാണ് എന്ന് നാം നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല പേടി നൽകി
നല്ല ഈമാനോടുകൂടെ നല്ല ആവേശത്തോടുകൂടെ നിസ്കരിക്കുന്ന നല്ലവരിൽ അല്ലാഹു നമ്മെ പെടുത്തുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.